ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പം വീഡിയോയിൽ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റുഡിയോ റൂമോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ഞാൻ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അപ്പം ഞാൻ എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ പാടുമ്പോഴത്തേക്ക് ധാരാളം പാട്ടുകൾ ഞാൻ പാടാറുണ്ട്. പക്ഷേ ഒന്നും എനിക്ക് പാട്ട് യൂട്യൂബിലോ ഫേസ്ബുക്കിലൊന്നും ഇടാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റാണ് മെയിൻ പ്രശ്നം. നമ്മൾ ഒരുപാട് പാട്ടൊക്കെ നല്ലതാണ് നമ്മൾ പാടിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും ഇടാൻ പറ്റില്ല. ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റാണ്. പിന്നെ നമുക്ക് മാത്രം കാണുന്ന നമ്മളെ കൺട്രിക്കകത്ത് തന്നെ വളർന്ന ചിലത് മാത്രം അതിങ്ങനെ നമുക്ക് മാത്രം കാണുന്നവർ കിടക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ചിലരൊക്കെ നമ്മളെ ഫ്രണ്ട്സെല്ലാം കാണും. പിന്നെ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും പാടി ഇത്രയൊക്കെ ഭയങ്കരമായിട്ട് വൈറലായതെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ സ്റ്റുഡിയോ റൂമാണ്. സ്റ്റുഡിയോ റൂമെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുകളിലത്തെ റൂം. അത് കഴിഞ്ഞ് അതിങ്ങനെ ഒഴിവായി കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ അത് പാടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഗസ്റ്റൊക്കെ വന്നാലും കിടക്കാനും പാടാനൊക്കെ യൂസ് ചെയ്യും. ഇതാണ് എൻ്റെ ഇതുണ്ട ഇതൊക്കെ വയ്ക്കണ സ്റ്റാൻഡ്, മൈക്ക് വയ്ക്കാം, പിന്നെ മൊബൈൽ വയ്ക്കാം. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ബുക്കൊക്കെ വയ്ക്കണം, മൊബൈലും വയ്ക്കാം, പാടാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ്. പിന്നെ ഒരു കണ്ടൻസർ മൈക്കുണ്ട്. പിന്നെ ഒരു V8 കാർഡ് ഉണ്ടല്ലേ. V8 കാർഡൊക്കെ വെറുതെയാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു ഉപയോഗമില്ലാത്തൊരു സാധനമാണ് പോലെ എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കിതൊക്കെ ശരിയാവുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് എനിക്കതിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് നമുക്ക് ഡൈനാമിക് മൈക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇതിനകത്ത് കണ്ടൻസർ മൈക്ക് മാത്രമേ. കണ്ടൻസർ മൈക്കോട് 2 മൊബൈൽ എടുക്കാമെന്ന് പറയുന്നത്. ഞാൻ എങ്ങനെ നോക്കിയിട്ട് അതിൽ പാടാനൊന്നും പറ്റുന്നില്ല. പിന്നെ ഞാനിപ്പോൾ പുതിയൊരു സാധനമായിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ഈ സാധനം, XA-MX B4 എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതാണ്ട് ഇത് ഒരു മിക്സറുമായിട്ടുണ്ട്. ഇനി ഇതും കൂടെ യൂസ് ചെയ്ത് നോക്കണം. ഇതും കൂടെ എങ്ങനെ പാടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ അതും കൂടെ നോക്കാം. പിന്നെ അതാണ്ട് ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് ഇതാണ് അഗൂജ കമ്പനിയുടെ ഒരു മൈക്കാണ്. R97 XLR 1500 ഇതിൻ്റെ വില. അഗൂജ കമ്പനി ഒറിജിനൽ മൈക്കാണ്. അത് ഒറിജിനൽ കടയിലാണ്. നമ്മളെ തിരുവനന്തപുരത്ത് പഴയ രാമേന്ദ്രയ്ക്ക് അടുത്താണ് അവരുടെ ഈ അഗൂജ കമ്പനിയുടെ ഷോറൂം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ബോക്സ് മൈക്കൊക്കെ അവിടെ പോയാൽ കിട്ടും. ഒറിജിനൽ സാധനങ്ങളാണ്, അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. അപ്പോൾ പാടുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒറിജിനൽ മൈക്കൊക്കെ വെച്ച് പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ നല്ല സൗണ്ട് കിട്ടും. പിന്നെ V8 കാർഡ് ഞാനിത് വർക്ക് ചെയ്യുമ്പോൾ ഇത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഈ ക്യാബിളൊക്കെ ഞാൻ വാങ്ങിച്ചതാണ്, ഇതിൻ്റെ കൂടെ വരുന്നതല്ല. ഇത് 320 രൂപ തകരപ്പറമ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്, തിരുവനന്തപുരം തകരപ്പറമ്പ്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ബോക്സാണ്. ഇതാണ് ഈ ബോക്സാണ്. ഇതുവഴിയാണ് ഞാൻ ഉണ്ടാകുന്നത്. ഈ ബോക്സ് വഴിയാണ് ഞാൻ പാടുന്നത്. ഇല്ലേ, സാധാരണ ബോക്സാണ്. ഇവിടെയൊക്കെ നല്ല അലുമ്പായിട്ട് കിടക്കണം. എന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കണ്ടൻസർ ഈ ബോക്സിൻ്റെ കൂടെ കിട്ടി 2 മൈക്ക്, ഷുവർ മൈക്ക് ഉണ്ട്. ഇത് ബാറ്ററി കിട്ടുന്ന മൈക്കാണ്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇതിനു വേണ്ടി ഞാൻ കാശ് ഒരുപാട് ചിലവാക്കിയ ഒരാളാണ്. ഇപ്പോഴും ഞാൻ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മുടെ പാട്ടൊന്നും അത്ര റീച്ച് ആവണില്ല. 10-200 വരെ 500 വരെ കാണും, അത്രയേ ഉള്ളൂ. വലുതായിട്ട് ഒന്നും റീച്ച് ആവണില്ല. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ പാടുമ്പോൾ ഇവിടെ ഒരു റൂമിനകത്തായിട്ട് ചെറിയൊരു മുഴക്കം പോലെ ഉണ്ട്. അത് നിങ്ങൾക്കറിയാം, ഒരു മുഴക്കം പോലെ. അപ്പോൾ അതൊക്കെ ഇനി ഒഴിവാക്കിയിട്ട് ഉള്ള പാടാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണും. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്നെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ ചാനലെല്ലാം കാണുക. എൻ്റെ ചാനൽ M-Tech Vision എന്ന് പറഞ്ഞ് M-Tech Vision, TEC Tech VISION വിഷൻ. ഇതാണ് എൻ്റെ ചാനൽ. അപ്പോൾ ഈ ചാനലിൽ കയറി എൻ്റെ വീഡിയോകളൊക്കെ കാണുക, പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.